ഈ ഒരു മനോഹരമായ പ്ലേസിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഗൈസ്? എങ്കിൽ നമുക്കങ്ങ് പോയേക്കാം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ആകാശത്തിനും നീലയ്ക്കും മേലെയാണ്. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലേ? ഇന്ന് നമ്മൾ പോകുന്നത് ഫുജീറ എമിറേറ്റിലെ അസ്മ വില്ലേജിലേക്കാണ്. അവിടെയാണ് നമ്മുടെ സാന്തോറിനി വില്ലേജ്. അങ്ങനെയല്ല, സാന്തോറിനി വൈബ് ഉള്ളത്. സോ we can search in Santorini vibe in UAE in Google. You can feel this beautiful location. ഓക്കെ ഗൈസ്, ഞങ്ങളിവിടെ ഒരു ഉച്ച സമയത്തോടു കൂടിയാണ് എത്തിച്ചേർന്നത്. ഞങ്ങൾ പോയത് ചൂടുകാലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങളെപ്പോഴും ചൂടുകാലത്താണ് എല്ലായിടത്തും പോകുന്നത്. ഇപ്പോൾ കുറച്ച് തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോകാൻ പറ്റിയൊരു എക്സാക്ട് പ്ലേസ് ആണ്, എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻസ്. അവർക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. പോകുന്ന വഴിയൊക്കെ അത്രയും പീസ്ഫുള്ളാണ്. നമുക്കൊരു ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ വെൽക്കം ടു സാന്തോറിനി ഗൈസ്. നമ്മളെ വെൽക്കം ചെയ്യാനെന്ന് തന്നെ പറയാം. ഇവിടെ ഒരു തത്തമ്മയുണ്ട്. സോ നമുക്ക് എൻ്റെ തെങ്കാശി തമിഴ് പൈങ്കിളിനെ വെറുതെ വിടാൻ തോന്നിയില്ല. ഞാൻ ആ റീലെടുത്തു. എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് എന്നോട്, ഞാൻ ഒരു സ്ഥലവും കാണാൻ വേണ്ടിയല്ല പോകുന്നത്, റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണെന്ന്. അത് വളരെയധികം സത്യമായതുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ ഒന്നും തന്നെ പറഞ്ഞില്ല. കാരണം സത്യങ്ങൾ നമ്മൾ അംഗീകരിക്കണമല്ലോ. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ 2 പേരും വന്നത്. കാരണം ആ ഒരു വൈബിനൊത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഫോട്ടോജനിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, സോ പിക്ചർ പെർഫെക്ഷൻ ലഭിക്കണമെങ്കിൽ സെയിം ഒരു ഡ്രസ്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നുമെന്ന് ഞാൻ കരുതുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ കുറച്ച് റാൻഡം പിക്സ് പെട്ടെന്ന് തന്നെ എടുത്തു. ഇത് നമുക്ക് എൻട്രി ഏരിയയിൽ തന്നെ കാണുന്ന പ്ലേസുകളാണ്. ഈ ഒരു മിറർ എല്ലാം തന്നെ വളരെയധികം ഞങ്ങൾക്ക് മനോഹരമായി തോന്നി. ഇത് നമ്മൾ ഒരു സ്റ്റെപ്പ് മേലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു മനോഹരമായ ലൊക്കേഷനിലെത്താം. സോ ഈവനിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ കോഫിയൊക്കെ അവൈലബിൾ ആണ് താഴെ. സോ അത് കോഫിയൊക്കെ കുടിച്ചൊന്ന് വൈബ് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് റീൽസ് എടുക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഒരു സ്ഥലവും വെറുതെ വിടാറില്ല. അവിടെ നിന്നും റീൽസൊക്കെ എടുത്തു ഗൈസ്. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് റീൽസ് എടുത്ത് തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം പുള്ളി ഈ സ്ഥലമൊക്കെ ആസ്വദിക്കാൻ പോലും ഞാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഓരോ സ്ഥലം കാണുമ്പോൾ ഓരോ റീൽസ് എടുക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഈ സ്ഥലത്തിൻ്റെ മനോഹരത ആസ്വദിക്കണമെന്നുണ്ട്. എൻ്റെ കൂടെ വന്നുകൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ആയിപ്പോയി. സോ വീണ്ടും ഞങ്ങൾ മനോഹരമായ പ്ലേസ്, ഇത് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഗൈസ്. ഇവിടെ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ് എടുത്തു. സോ ഇത് ഞങ്ങൾ റാൻഡമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. സോ ഇറ്റ് വിൽ കവർ ഓൾ ദ ഏരിയാസ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളുടെ ഫോട്ടോസ് കൊണ്ട് നിറയ്ക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് സാന്തോറിനി. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് 1-2 പിക്സ് എടുക്കുമ്പോൾ നമുക്ക് ഇനി ഇത് തന്നെ എടുക്കണമല്ലോ. പക്ഷെ ഇവിടെയാണെങ്കിൽ അത്രയും പ്ലേസുകളാണ് ഗൈസ്. നമുക്ക് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം ഫുള്ള് നിറച്ച് റീൽസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. മെയിൻലി എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ തോന്നത്തില്ല. ഞങ്ങൾക്ക് ഫുൾ ഡേ അവിടെ തന്നെ നിൽക്കാൻ തോന്നി. ഇതുകൊണ്ട് ഈ ചെറിയ ചെറിയ കുറേ പെറ്റ്സും എല്ലാം തന്നെ ഇവിടെയുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിലെത്തണമല്ലോ. സോ ഈവനിങ് ആയി. ആറ്റുമണൽ പായയിൽ അന്തിവെയിൽ ചാഞ്ഞ നാൾ. ഞങ്ങൾക്കും വീട്ടിൽ പോയി ചായാനുള്ള സമയമായി ഗൈസ്. സോ വി ക്യാൻ സീ യു വിത്ത് നെക്സ്റ്റ് വ്ലോഗ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ.